റോഷൻ ഇപ്പോൾ റോഷൻ പറയുന്നത് റോഷയുടെ ഫേസ്ബുക്ക് പോസ്റ്റും MVD പോലീസ് അതിനുശേഷം KSRTC ബാക്കിയുള്ള നമ്പറിൽ വിളിക്കുന്നു, അങ്ങനെ ഒരു നമ്പർ ഇല്ല, അല്ലെങ്കിൽ ആ നമ്പർ കിട്ടുന്നില്ല. അവിടെയും ഈ കാണുന്ന അധികാര കേന്ദ്രങ്ങളോട് അല്ലെങ്കിൽ ഇതിന് പരിഹാരമുണ്ടാക്കേണ്ട കേന്ദ്രങ്ങളോട് അപര്യാപ്തതയാണ് തെളിയുന്നത്. ഇവിടെ മേയറുടെ പ്രശ്നം വരുന്നു. മേയർ പറഞ്ഞത് 100% ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ ഉതകുന്ന ഒരു മെമ്മറി കാർഡ്, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാവേണ്ട ഒരു ഗോൾഡൻ തെളിവാണ്. ഇപ്പോൾ ശ്രീത് പണിക്കർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ലൈംഗികാധിക്ഷേപം കാണിച്ചു, അതിന് തെളിവുത എന്നൊരു സ്ത്രീയോട് ചോദിക്കേണ്ടതില്ലെങ്കിൽ കൂടിയും കോടതിയിലേക്ക് പോകുമ്പോൾ തെളിവ് വെക്കേണ്ടി വരും. ഈ പറഞ്ഞ അതിലേറ്റവും പ്രധാനപ്പെട്ട തെളിവാകുന്ന മെമ്മറി കാർഡ് അന്തരീക്ഷത്തിലാവുകയാകുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ഇതിന് മേൽനോട്ടം വഹിക്കേണ്ടവർ, ഇത് നേരാവണ്ണം കൈകാര്യം ചെയ്യേണ്ടവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു പരാജയം ആവർത്തിക്കാൻ കാരണമാവുമെന്ന് തോന്നുന്നുണ്ടോ റോഷ്ന? തീർച്ചയായിട്ടും നമ്മൾ ഒരു വിഷയമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഇതിൽ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കി അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോകേണ്ടതാണ്. സാധാരണഗതിയിൽ അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം അങ്ങനെ ആയതുകൊണ്ടായിരിക്കും നമുക്ക് നീതി കിട്ടാറില്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ പല പല കേസുകളുണ്ടെന്ന് പറയുന്നു. ഈ പറഞ്ഞ ഡ്രൈവർ യദുവിനെതിരെ പല കേസുകളും ഈ പറഞ്ഞ 2017 മുതൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുകളുണ്ടെന്ന് ഇന്ന് പല പിക്ചേഴ്സായിട്ടും പല രീതിയിലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും കേസുകൾ ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള ഒരു വ്യക്തി പിന്നെയും അദ്ദേഹം പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഈ ഒരു വിഷയം ഉണ്ടായിട്ട്. അദ്ദേഹം ഇപ്പോഴും സ്റ്റാറായിട്ട് തന്നെയാണ് നടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് അനുഭവം ഉണ്ടായതിനെ ആർക്കും ഒരു മാനസികമായിട്ട് അതിനെ കാണാനായിട്ടുള്ളൊരു ഇത് കാണിക്കുന്നില്ല. എല്ലാവരും ഇത് ചർച്ച ചെയ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പാർട്ടി ബേസിസിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. എനിക്കുണ്ടായ വിഷയം ഒരിക്കലും പാർട്ടി ബേസിസിലല്ലോ, ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നതിൻ്റെ ഇടയിലായി എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. അത് ഇപ്പം പറയണം എന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇത് ഒട്ടും എവിടെ എത്തില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അന്നും ഇപ്പം ഞാൻ ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നെങ്കിൽ അത് KSRTCക്ക് എതിരെ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിന് നടപടി ഉണ്ടാകുമെന്ന് എനിക്ക് സംശയമാണ് സർ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം KSRTC വരുമ്പോൾ നമുക്കൊരു ഭയമാണ്. അവരുടെ വാഹനങ്ങൾ വരുമ്പോൾ നമുക്കൊരു പേടിയാണ്. അവരുടെ ഡ്രൈവിങ്ങും അത്രയും സ്കില്ലൊന്നും നമുക്കില്ല സർ. അപ്പോൾ മാറിക്കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോഴും സോൾവ് ചെയ്തപ്പെട്ട കേസുകൾ എത്രയുണ്ട്? ഈ യദു എന്ന ഡ്രൈവർക്ക് പല കേസുകളുണ്ടെന്ന് പറയുമ്പോൾ അതിൽ പരിഹരിക്കപ്പെട്ട എത്ര കേസുകളുണ്ട്? അല്ലെങ്കിൽ അതിന്റെ നടപടികളുടെ എന്താണ് അതിനൊരു സൊല്യൂഷൻ ഉണ്ടായിട്ടുള്ളത്? അല്ല റോഷൻ, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ അയാൾ ഹീറോ ആണ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പൊതുജനം പലവിധം എന്ന നിലയ്ക്ക് കാണാമെങ്കിലും ഇവിടെ റോഷയ്ക്ക് ഒരു അനുഭവം ഉണ്ടാകുന്നു. വർഷങ്ങൾക്ക് ശേഷം സമാനാനുഭവം ഒരു നഗരാധിപയ്ക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ഇക്കാലയളവിൽ അയാൾക്കെതിരെ എന്തൊക്കെ ആരോപണം ഉണ്ടാകും? എന്നിട്ടും ഈ മണിക്കൂറിലും അയാളെ പുറത്താക്കിക്കൊണ്ടൊരു ഉത്തരവ് KSRTC സ്വീകരിച്ചിട്ടില്ല. ഒരു സെക്കൻഡ് സർ. സർ, ഞാനൊരു കാര്യം പറയട്ടെ. മേയർ എന്ന് പറയുന്ന അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു വ്യക്തിയാണ്. എനിക്ക് അങ്ങനെ എനിക്ക് പെട്ടെന്ന് ചെന്നാൽ എനിക്ക് ഓടി വരാൻ, എൻ്റെ അടുത്തേക്ക് വരാൻ പോലീസുകാരോ അങ്ങനെയൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾ സംസാരിക്കുമ്പോൾ അത് പല രീതിയിൽ വളച്ചൊടിക്കപ്പെടും. ഇനിയിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് അതിനേക്കാൾ കൂടുതലുള്ള രീതിക്കാണ് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ആരെയും പിന്തുണയ്ക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ എനിക്ക് എൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ഡ്രൈവർ യദു സംസാരിക്കുന്ന രീതി എല്ലാവരും കണ്ടതാണ്. അതിപ്പോൾ മേയറോടായിക്കോട്ടെ എന്നോടായിക്കോട്ടെ. ഞാൻ ഫോൺ കോളിൽ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ തന്നെ അയാളുടെ വാക്കിൽ നിന്ന് വാചകങ്ങൾ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതികൾ, അദ്ദേഹത്തിൻ്റെ വീഡിയോ വന്നിരുന്നു. ആ വീഡിയോയിലും അദ്ദേഹത്തിൻ്റെ നിങ്ങൾ ആര്, അതൊക്കെയാണ് അയാൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതൊരു പൗരന് ഒരുപക്ഷെ തർക്കത്തിൽ സംസാരിക്കും. പക്ഷെ അതല്ല, ഈ ലൈംഗികാധിക്ഷേപം, അശ്ലീലകരമായ വർത്തമാനം എന്ന് പറയുന്നത് അതിന്റെ മാനം വേറെയാണ്. ഞാൻ പറഞ്ഞു എന്ത് ഏത് എന്നൊക്കെ തർക്കത്തിൽ ചോദിക്കാം. പക്ഷെ ലൈംഗികാധിക്ഷേപം നടത്തുകയും അശ്ലീല വർത്താനം പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന്റെ മാനം വേറെയാണ്. അതെ 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 ശരി റോഷൻ, എനിക്ക് മാനസികമായി ഉണ്ടായ ഒരു കാര്യം എനിക്ക് അവകാശമില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു അവകാശമില്ല ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയോ. എനിക്കത് എപ്പോൾ ചെയ്യണം എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഒരു തർക്കം അക്കാര്യത്തില്ല. പക്ഷേ അതിന്റെ കൂടെ ഒരു പരാതി കൂടി കൊടുക്കണം എന്നുള്ളതാണ് റെജി ലൂക്കോസ് നേരത്തെ പറഞ്ഞത്. അതിന്റെ കൂടി പരാതി കൂടി കൊടുക്കണം. ഇപ്പോഴാണെങ്കിൽ വൈകിയാണെങ്കിൽ പരാതി കൊടുക്കണം എന്ന് പറയുകയാണ് റെജി ലൂക്കോസ്. അത് എൻ്റെ
അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് എനിക്ക് ചെയ്യാം, എനിക്ക് മേ ബി ഞാൻ ചെയ്യാതിരിക്കാം. എനിക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. മന്ത്രി അടക്കമുള്ളവർ പറയുന്നു ഇതിൽ കഴമ്പുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റെ തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ അതിനനുസരിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല സാർ. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എന്നെ അവർ തള്ളിക്കളഞ്ഞിട്ടില്ല. സോ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളിലോ എൻ്റെ വാചകങ്ങളിലോ എൻ്റെ തീയതികളിലോ ഞാൻ കൊടുത്ത രേഖകളിലോ ഒന്നും ഒരു വ്യത്യാസമില്ല. തെളിവുകൾ ആയി വരട്ടെ എന്നുള്ളതാണ്. എന്താണ് ഇനി കണ്ടക്ടറെ മൊഴി എടുക്കണമെന്ന് പറയുന്നു. ഈ MVD എനിക്ക് വളരെ വിഷമം തോന്നിയൊരു കാര്യമാണ്. ഈ യദുവിന് ഓർമ്മയില്ല എന്ന് പറയാം, അദ്ദേഹം ഓർക്കില്ലായിരിക്കും. പക്ഷേ MVD എന്തുകൊണ്ട് ഇത്രയും ഒരു പ്രശ്നമായിട്ടും അദ്ദേഹം വന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് നമ്മൾ ഈ അധികാര കേന്ദ്രങ്ങളുടെ സംവിധാനങ്ങളുടെ പരാജയം എന്ന് പറയേണ്ടി വരുന്നത്. അല്ലാതെ അത് ഇതുവിനെ വെള്ളപൂശലല്ല. ഞാൻ എത്താൻ